നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. ഉച്ചകഴിഞ്ഞ് 3:20 അന്ത്യം. നാളെ രാവിലെ 9 മുതൽ ദർബാർ ഹാളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ നടക്കും. പുതുക്കാട് ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് സ്വദേശി ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. എ.ഡി.എമ്മുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി എത്തിച്ച 3.5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസിന്റെ പിടി. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടു. ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ മേൽക്കൂര തകർന്ന വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളിൽ ഉചിതമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുമെന്നും മന്ത്രി. കേരള കോൺഗ്രസ് മുരിയാട് മണ്ഡലം സമ്മേളനം നടന്നു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കരയിൽ സഹോദരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ നടന്ന അടിപിടിയിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്തു. പഴയന്നൂർ എസ്.ഐ ആയിരുന്ന പ്രദീപ്, വടക്കാഞ്ചേരി സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്.ഐ ദിലീപ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഒരിടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂർ താലൂക്കിൽ വീണ്ടും പനി പടരുന്നു. 100 കണക്കിന് ആളുകളാണ് ദിവസവും പനിക്ക് ചികിത്സ തേടുന്നത്. ചുണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ അക്കിക്കാവ് വാട്ടർ ടാങ്കിന് സമീപം പൈപ്പ് സ്ഥാപിക്കാനായി എടുത്ത കുഴിയിലേക്ക് മിനി ലോറി മറിഞ്ഞു. കുന്നംകുളത്ത് നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ആക്രി സാധനങ്ങൾ കയറ്റിയ മിനി ലോറിയാണ് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ സമീപത്തെ കുഴിയിലേക്ക് മറിഞ്ഞത്. തൃശൂരിൽ മകളെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകനായ പിതാവ് പിടിയിൽ. മണലൂർ സ്വദേശിയാണ് പേരാമംഗലം പോലീസിന്റെ പിടിയിലായത്. റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. തൃശൂർ കോർപ്പറേഷനിലെ 100 കേന്ദ്രങ്ങളിൽ സമരം നടത്തി. ബി.ജെ.പി. വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നടത്തിയ സമരം ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കും ഗതാഗത കുരുക്കിനുമെതിരെ ജില്ലാ വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തൃശൂർ പുഴയ്ക്കൽ ജംഗ്ഷനിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡി.സി.സി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി മോനോടി റോഡിലെ കുഴികൾ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാക്കുന്നു. വർഷങ്ങളായി റീടാറിംഗ് നടക്കാത്ത റോഡിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതായി പറയുന്നുണ്ടെങ്കിലും നിർമ്മാണത്തിനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പാലിയം തുരുത്ത് വാർഡ് വികസന സമിതിയുടെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഔഷധക്കഞ്ഞി വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത ഉദ്ഘാടനം ചെയ്തു. പൂങ്കുന്നം ശിവക്ഷേത്രത്തിൽ ചങ് സാനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനയൂട്ടും ഗജപൂജയും നടന്നു. ക്ഷേത്ര മേൽശാന്തി ശ്രീരാമൻ ഗജപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ 11ാം വാർഡ് എ.ഡി.എസിന്റെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ്. ബസന്തലാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ലെൻസ്ഫെഡ് കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് എ. സുദീപ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേൾവി പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ.ആർ. വിനോദ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കുടക്കുഴി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം നടന്നു. ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോവനത്തിലെ ശുദ്ധവിഗ്രഹ തീർത്ഥപാദർ രാമായണം തത്വപ്രവചനം നടത്തി. സിപിഎം മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെട്ടിച്ചാലിൽ നടത്തുന്ന സംയോജിത കൃഷി ജില്ലാ കമ്മിറ്റി അംഗം ടി.എ. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി.വി. രവി അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം തലക്കോട്ടുകര ക്ഷേത്ര സമിതി സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെക്രട്ടറി ടി.ആർ. സജീവ്, പ്രസിഡന്റ് പി.കെ. സുനിൽ, ട്രഷറർ ഒ.ടി. മാധവ് മേനോൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ബോധാനന്ദ വായനശാലയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസും ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ഡോക്ടർ ബിന്ദു ജയദാസ് ഉദ്ഘാടനം ചെയ്തു.
എഴുത്തച്ഛൻ സമാജം വടക്കുംകോണം ശാഖയുടെ 6ാം വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും നടന്നു. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എ കുമാരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 1008 നാളികേരത്തിന്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തി. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി ചുള്ളിമംഗലത്ത് മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. NSS തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷത്തിന്റെ ഭാഗമായി താലൂക്ക് നായർ മഹാസംഗമം സംഘടിപ്പിക്കും. യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശ് അധ്യക്ഷത വഹിച്ചു. തിരൂർ സെന്റ് തോമസ് പള്ളിയിൽ അൽഫോൺസ നഗർ കുരിശുപള്ളിയിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളിന് കൊടിയേറി. ഫാദർ പോൾസൺ പാലത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 27-നാണ് തിരുനാൾ. മലയാള കാവ്യ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ കവി സമ്മേളനം പുസ്തക പ്രകാശനവും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടശ്ശേരിക്കര അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാര സമർപ്പണം തൃശൂരിൽ നടന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ചെമ്മാപ്പള്ളി കടവിനടുത്ത് തൃപ്രയാർപ്പുഴയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മരത്തിന്റെ കൊമ്പിൽ തടഞ്ഞുകിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. ജീവനെടുക്കുന്ന കുഴികൾക്കെതിരെ BJP തൃശൂർ ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി കൂമ്പുള്ളി പാലത്തിനുമേൽ അപകട ഭീഷണിയായ സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ പൈപ്പ് ലൈൻ. അപകട സാധ്യതയുള്ള പൈപ്പ് ലൈൻ എത്രയും പെട്ടെന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് യാത്രക്കാർ. മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ കോടശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സമരം ചെയ്ത LDF അംഗങ്ങളെ ആക്ഷേപിക്കുകയും വനിതാംഗത്തെ മർദ്ദിക്കുകയും ചെയ്ത ഭരണപക്ഷാംഗം റിജു മാവേലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ചെസ് ഒളിമ്പ്യൻസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ചെസ് ദിനം ആഘോഷിച്ചു. മുതിർന്ന ചെസ് കളിക്കാരൻ K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള നവത്തുൽ മുജാഹിദീൻ ചന്ദ്രാപ്പനി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവ് സംഘടിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ധീവരസഭ കൂരിക്കുഴി കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ AK പീതാംബരൻ അനുസ്മരണം നടത്തി. ധീവരസഭ സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ലോക ചെസ് ദിനത്തിൽ ചെസ് മാസ്റ്റർമാരായ ദമ്പതികൾക്ക് അനുമോദനം. മണികണ്ഠൻ, ബിന്ദു മണികണ്ഠൻ എന്നിവരെ പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി കെട്ടിട നിർമ്മാണത്തിനായി സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമല്ലാതാക്കിയതായി പരാതി. പുലഴി വടക്കുമുറി സ്വദേശിയുടെ പുതിയ വീടിന്റെ മുൻഭാഗത്തെ റോഡാണ് സഞ്ചാരയോഗ്യമല്ലാതാക്കിയത്. പുഴയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും ടാങ്കർ ലോറിയിൽ മാലിന്യം തള്ളാനുള്ള അധികാരികളുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചും പൗരാവകാശ വേദിയുടെ നേതൃത്വത്തിൽ ചക്കങ്കണ്ടത്ത് ജനകീയ പ്രതിരോധ കൺവെൻഷൻ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VM ഗസാലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതികൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. മുക്കാട്ടുകരയിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചന്ദ്രാപ്പിനി 13ാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖയടങ്ങിയ പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി തൃശൂർ ജില്ലയിൽ പൂർത്തിയായി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു ആണ് തൃശൂർ അതിരൂപതയിലെ തിരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വിതരണം ചെയ്തത്. പാവറട്ടി ലിറ്റിൽ ഫ്ലവർ LP സ്കൂളിൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചാന്ദ്ര ദിനാചരണവും ശാസ്ത്രമേളയും നടന്നു. ശാസ്ത്രാധ്യാപകനായ ജോൺ ക്ലിൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.